കേരള സർക്കാരിന്റെ സംവിധാനമായ IHRDയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ രണ്ടാമത് അന്താരാഷ്ട്ര സമ്മേളനം നടത്തുകയാണ്. ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് AI ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രഥമ കോൺക്ലേവ് കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 2 വരെ IHRDയിൽ നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെലുത്തുന്ന സ്വാധീനവും വെല്ലുവിളികളും സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന നിഗമനങ്ങളുമൊക്കെയാണ് ഈ കോൺക്ലേവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജനറേറ്റീവ് AIയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മറ്റ് മുന്നേറ്റങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തുന്ന സ്വാധീനത്തെ സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുക. വലിയ മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സൃഷ്ടിക്കാൻ പോകുന്നത്. ChatGPT, ഗൂഗിൾ ജെമിനി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, DALL-E, മിഡ്ജേണി, ലാമ അങ്ങനെ വിവിധ ടൂളുകളുടെ ആവിർഭാവത്തോടുകൂടി ജനറേറ്റീവ് AI മനുഷ്യജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന അഭൂതപൂർവമായിട്ടുള്ള മാറ്റങ്ങളും അതിന്റെ സാധ്യതകളും എല്ലാം തന്നെ വളരെ ക്രിയാത്മകമായും വിമർശനാത്മകമായും പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അധ്യയനത്തിന്റെയും അധ്യാപനത്തിന്റെയും ഒക്കെ മേഖലകളിൽ ഈ മാറ്റങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചയാണ് കോൺക്ലേവിൽ നടത്തുക. പഠന പ്രക്രിയ, പഠിപ്പിക്കൽ, അറിവുമായിട്ടുള്ള ഇടപഴകലുകൾ അതൊക്കെ പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അപ്പോൾ ഒരു പാരാഡിഗ്മാറ്റിക് ആയിട്ടുള്ള ഷിഫ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്. വ്യാവസായിക മേഖലയിലും ജനറേറ്റീവ് AIയുടെയും റോബോട്ടിക് ഓട്ടോമേഷന്റെയും സ്വാധീനം, അതിന്റെ ഉപയോഗം നിരവധി ബ്ലൂ കോളർ, വൈറ്റ് കോളർ ജോലികളെ ബാധിക്കാനിടയുണ്ട്. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള തൊഴിലവസരങ്ങൾ പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ ആ പശ്ചാത്തലത്തിൽ ഈ മേഖലയിലെ വിദഗ്ധർ, വിദ്യാഭ്യാസ വിചക്ഷണർ, നയരൂപീകരണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടവർ, ഭരണകർത്താക്കൾ, അവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കോൺക്ലേവാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ അതിന്റെ സംഘാടനം നിർവഹിക്കാൻ സാധിച്ചിരുന്നു. ഇത്തവണ ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് AI ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന രണ്ടാം ഇന്റർനാഷണൽ കോൺക്ലേവ് 2024 ഒക്ടോബർ 4 മുതൽ 6 വരെ തിരുവനന്തപുരത്ത് വച്ചാണ് നടത്തുന്നത്. അതിന്റെ ലോഗോ പ്രകാശനമാണ് ഇപ്പോൾ നടത്തുന്നത്. ലോഗോ ഒന്ന് പ്രകാശിപ്പിക്കുക. വേറെ ഒന്നുമില്ലല്ലോ. എല്ലാവരുടെ സഹകരണം ഉണ്ടോ? അത് ഇൻഡസ്ട്രീസ് വകുപ്പാണ് പ്രധാനമായിട്ട്. IBM ആണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഹാക്കത്തോൺ അതിന്റെ ഭാഗമാണ്. പക്ഷെ പ്രധാനമായിട്ടും അത് കേന്ദ്രീകരിക്കുന്നത് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഇവിടെ അക്കാഡമി ഇൻഡസ്ട്രി ഇന്റർഫേസ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ കൂടെ ഭാഗമായിട്ട് നമുക്കത് ഒരു സെഷൻ സജ്ജീകരിക്കാം.
അതിന്റെ കോൺഫറൻസ് പേപ്പേഴ്സ് എല്ലാം സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയില് ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി, കുട്ടികൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. ഇതെല്ലാം തന്നെ ഈ രംഗത്തുള്ള വികസനം, അതായത് എ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു അത് വ്യക്തമാക്കാൻ കൂടെ ഈ ഒരു ഫസ്റ്റ് കോൺക്ലേവ് സാധിച്ചു. അതിനകത്തുണ്ടായ പുതിയ പുതിയ ഡെവലപ്മെന്റ്സ്, ആ കോൺക്ലേവില് എന്തൊക്കെ അവസരങ്ങളാണ് എയിൽ നിലവിലുണ്ട് എന്നുള്ള അവിടെ വെച്ചിട്ട് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. അപ്പൊ അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിന്റെ തുടർ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി. അവര് വെളിയിൽ പോയാലും ഇവിടെ നിന്നാലും ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അവർക്ക് നേരത്തെ ഇതെന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ പിക്ചർ ഇല്ലായിരുന്നു. പക്ഷെ അതോടുകൂടി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഗവേഷകർക്കും ഏതൊക്കെ ചൂളുകളുണ്ട്, ഏതൊക്കെ രീതിയിൽ ഭംഗിയായി നടത്താം, അതിനൊക്കെയുള്ള ഒരു അവസരമായിരുന്നു ഒന്നാമത്തെ കോൺക്ലേവ്. അതിന്റെ വിജയമാണ് നമ്മൾ രണ്ടാമത്തെ കോൺക്ലേവ് ഇത് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ കോൺക്ലേവ് IMG വെച്ചായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്. അതാണ് വ്യത്യാസം.